എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമായ പുളിയിഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് അതീവ രുചിയിൽ ഈ പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസൊക്കെ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു കപ്പോളം ഇഞ്ചി ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക്, 6 ചുവന്നുള്ളി, അത് രണ്ടും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കര പാനിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 കട്ട് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൂടാതെ പുളിയും പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പുളിയിഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഒന്ന് വറുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി വറുത്ത് കോരി മാറ്റി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇഞ്ചിയൊക്കെ നന്നായി ഗോൾഡൻ ബ്രൗണായി നന്നായി വറന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതിന് ശേഷം ഒന്ന് തണുത്തിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഒരു 3/4 ടീസ്പൂണോളം കടുക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും ചുവന്നുള്ളി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാൻ മറന്നുപോയി പിന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. നന്നായി ഒന്ന് മൂത്ത് ഇതും ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ട് വരണം. അപ്പോൾ അതൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി പുളിവെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം ഉപ്പ് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി. പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ട് ഞാനൊരു 3/4 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഈ പുളിവെള്ളത്തിൽ ഉപ്പും അതുപോലെ തന്നെ മുളക് മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി ഒന്ന് വെന്ത് വരണം. ഒരു 5-6 മിനിറ്റ് നന്നായി വേവിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചെടുത്തിട്ടുള്ളത്. ശർക്കരപ്പാനി ഒഴിച്ചെടുത്ത് നന്നായി വീണ്ടും മിക്സാക്കി എടുക്കണം. ഒന്ന് നന്നായി മിക്സാക്കി 1-2 തിള വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. ഒരു 8-10 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്ന സമയത്ത് വീണ്ടും ഒന്നുകൂടി കട്ടിയാകും. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1/2 ടീസ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു 5-6 മിനിറ്റിന് ശേഷം തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്